ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെയുള്ളത് ആപ്പയുടെ LDX വേരിയൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 2023 മോഡൽ വരുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. യാതൊരുവിധ കംപ്ലയിൻസോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ലാത്ത ഒരു വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ആക്സിഡൻറ്റും കാര്യങ്ങളും ഒന്നും സംഭവിക്കാത്ത വണ്ടിയാണ്. ഫിനാൻഷ്യലി ടൈറ്റ് വന്നിട്ട് വണ്ടി കൊടുത്തതാണ് പുള്ളിക്കാരൻ. കോഴിക്കോട് രജിസ്ട്രേഷനാണ്. സ്റ്റീൽ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം മീൻ ഓടാനുള്ള പർപ്പസിനാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു വണ്ടിയാണ്. അകത്ത് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ തുരുമ്പൊന്നും വരത്തില്ല. ടയർ കണ്ടീഷൻ ആണെങ്കിലും ആകപ്പാട് കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ടയർ തന്നെയാണ് കിടക്കുന്നത്. ചേസും കാര്യങ്ങൾക്കൊന്നും യാതൊരു ഫോൾട്ടില്ല. യാതൊരുവിധ തുരുമ്പും കാര്യങ്ങളും ഒന്നുമില്ല. സ്റ്റീൽ ട്രേ ആയതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് യാതൊരുവിധ തുരുമ്പും കാര്യങ്ങളും വരത്തില്ല. സ്റ്റീൽ ട്രേ അടിക്കുന്നതിന് തന്നെ എക്സ്ട്രാ നല്ല രീതിയിൽ കോസ്റ്റ് വരുന്നുണ്ട്. അത് എബൌട്ട് 1 lakhൻ്റെ അടുത്ത് ആവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊരു ടയറിൻ്റെ പീസ് അവർ പെട്ടി കയറ്റാനായിട്ടെങ്ങാണ്ട് വെച്ചതാണ്. സ്ക്രാച്ച് വീഴാതിരിക്കാൻ അവരങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും ഇതാണ്. യാതൊരുവിധ സ്ക്രാച്ചോ മേജറായിട്ടുള്ള ഡെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു വാട്ടർ ക്യാൻ വരുന്നുണ്ട്. ബ്ലൂ കളറാണ് വണ്ടി. ഫ്രണ്ട് ടയറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒരു ഇച്ചിരി ഓടിയിട്ടുള്ളൂ വണ്ടി ആപ്പാട്. ഇതൊക്കെയാണ് വണ്ടിയുടെ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ. സ്റ്റീലിൻ്റെ ഇത് കമ്പിയിൽ തന്നെയാണ് അവർ മിറർ കാര്യങ്ങൾ വൈഡായിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. ഇൻറ്റീരിയറിലോട്ട് നോക്കുവാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനായിട്ടുള്ള കണ്ടീഷനിലാണ് ഉള്ളത്. ഇൻറ്റീരിയർ ഡാഷ്ബോർഡ്സൊക്കെ ആണെങ്കിലും യാതൊരുവിധ കംപ്ലയിൻസും ഒന്നും ഇല്ലാത്തൊരു രീതിയിലാണുള്ളത്, കണ്ടീഷനിലാണുള്ളത്. സീറ്റ് കവർ നമ്മൾ ഊരിയതാണ്. സീറ്റ് കവറല്ല, നമ്മൾ ചാരിയിരിക്കുന്ന പോർഷനിലെ കവറ് അതൊന്നും പൊട്ടിച്ചിട്ട് പോലുമില്ല. ആ ഒരു ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതും ആ ഷീറ്റിൻ്റെ അടിയിൽ സ്റ്റീൽ ട്രേ തന്നെയാണ് ഫുൾ അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓടിയ കിലോമീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2248 കിലോമീറ്റേഴ്സ് മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതിനുള്ള ടയർ തേയ്മാനം മാത്രമേ വന്നിട്ടുള്ളൂ വണ്ടിയിൽ. കമ്പനി സർവീസാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കണമെങ്കിൽ എടുക്കാം, നോക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻജിൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഈ കേൾക്കുന്നതാണ് എൻജിൻ സൗണ്ട്. നല്ല നീറ്റിൽ ക്ലീൻ സൗണ്ടാണ്. നല്ല ക്ലിയറായിട്ട് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഓയിൽ ലീക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ എനിക്ക് ഷാസിയും അതുപോലെ തന്നെ പെട്ടിയുടെ അടിഭാഗമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും. നല്ല പക്ക നീറ്റാണ്. പുതിയതായിട്ട് ആരെങ്കിലും ഒരു ആപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും നോക്കണ്ട, നേരെ വന്ന് എടുത്തോ. യാതൊരുവിധ കംപ്ലയിൻറ്റും കാര്യങ്ങളില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലോട്ട് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വണ്ടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇത് മൈറ്റ് ബി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്ന വണ്ടികളുടെ ലിസ്റ്റുകളൊക്കെ ഇടുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.